ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ അനാഥമായ എ ഗ്രൂപ്പിലെ പഴയ നേതാക്കളും ഐ ഗ്രൂപ്പിലെ അസംതൃപ്തരുമാണ് കെ സി വേണുഗോപാൽ വിഭാഗത്തിന്റെ പിന്തുണയോടെ വി ഡി ഷാഫി മാങ്കൂട്ടം ത്രയത്തിന്റെ പാർട്ടിയിലെ അപ്രമാദിത്വത്തിനെതിരെ ഗ്രൂപ്പ് വൈരം മറന്ന് ഒന്നിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അനിഷ്ടം പരസ്യമാക്കിയ ചാണ്ടി ഉമ്മൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സന്ദർശിച്ചത് 3000-ലധികം വീടുകൾ. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന്റെ സമരമുഖത്തും താരമായത് ചാണ്ടി തന്നെ. പിന്നാലെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതിന് ഗവർണറെ നേരിൽ കണ്ട് നടത്തിയ ഇടപെടൽ ഫലം കാണുക കൂടി ചെയ്തതോടെയാണ് ചാണ്ടിക്ക് കൈയടിച്ച് പി ജെ കുര്യനും ടി സിദ്ദിഖും അജയ് തറയിലും ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്തുണ പരസ്യമാക്കിയത്. പി സി വിഷ്ണുനാഥ്, സനീഷ് കുമാർ ജോസഫ് എന്നിവർക്കൊപ്പം ടി സിദ്ദിഖ്, സി ആർ മഹേഷ്, മാത്യു കുഴൽനാടൻ തുടങ്ങിയ MLA-മാരും വിശാല സഖ്യത്തിൽ സജീവമായേക്കുമെന്നാണ് സൂചന. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്ന കെ സി ജോസഫ്, ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവരും എ ഗ്രൂപ്പിൽ വീണ്ടും സജീവമാകുകയാണ്. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വി എം സുധീരൻ തുടങ്ങിയവരുടെ പിന്തുണയും ചാണ്ടി ഉമ്മനെ മുൻനിർത്തിയുള്ള പുതിയ സഖ്യത്തിനുണ്ടെന്നാണ് സൂചന. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ടായ റീൽസ് വിവാദത്തിന് പിന്നാലെ അജയ് തറയലിന്റെ ഖാദി പരാമർശത്തിനെതിരായ ഒരു വിഭാഗത്തിന്റെ അമർഷവും പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിനെതിരെ നടത്തിയ വിമർശനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ രൂക്ഷ പ്രതികരണവുമാണ് മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചത്. പുതുപ്പള്ളിയിൽ നാളെ നടക്കുന്ന ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക സംഗമം വിശാല സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന വേദിയായി മാറുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിലെ വിലയിരുത്തൽ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.